ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നേരത്തെ പഠിച്ചു നിർത്തിയതിന്റെ പ്രോബ്ലംസ് ആണ്. നേരത്തെ പഠിച്ചു നിർത്തിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ടോപ്പിക്കാണ്. CSIR നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണ് കമ്മ്യൂട്ടേറ്റർ, ഓപ്പറേറ്ററിന്റെ സെക്ഷൻ. ഓപ്പറേറ്റർ വരുന്ന ആ ടോപ്പിക്കാണ്. അത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രോബ്ലംസ് ആണ്. ആ ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ നമുക്ക് ഈ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ടൈം സേവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതിന്റെ അകത്ത് കിട്ടുന്നത്. നമുക്ക് ആ പ്രോബ്ലംസിലേക്ക് കടക്കാം. അതായത് നമ്മൾ പഠിച്ച കമ്മ്യൂട്ടേറ്റർ എന്താണെന്ന് പഠിച്ചു. ഓപ്പറേറ്ററിന്റെ കേസാണ് കമ്മ്യൂട്ടേറ്റർ പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്ററിന്റെ ഒരു 6 പ്രോപ്പർട്ടികളും നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ചായിരുന്നു. അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കമ്മ്യൂട്ടേറ്റർ ഹാവിംഗ് 0 വാല്യൂ ഈസ്. ഈ തന്നിരിക്കുന്ന 0 വാല്യൂ ആവുന്ന കമ്മ്യൂട്ടേറ്റർ. ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കൊണ്ട് എഴുതാവുന്നേ ഉള്ളൂ. CSIR ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഈസി ആയിട്ട് ഫസ്റ്റ് നോക്കാൻ പറയാം. ഇതിനൊരു വാല്യൂ ഉണ്ട്, നമ്മൾ പഠിച്ച ഇക്വേഷൻ കമ്മ്യൂട്ടേറ്റർ XPX. ഇതിന് വാല്യൂ ഉണ്ട്. നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചായിരുന്നു. കമ്മ്യൂട്ടേറ്റർ XPX⁻n എന്നൊക്കെ പഠിച്ചായിരുന്നു. IH ക്രോസ് ഇൻറ്റു PX⁻n - 1 എന്ന ഇക്വേഷൻ. അറിഞ്ഞുകൂടാത്തവർ ആ വീഡിയോ കണ്ടിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഇതിന്റെ എന്തായാലും ഇതല്ല, ഇതിനൊരു ആൻസർ ഉണ്ട്. ഇതിന്റെ ആൻസർ IH ക്രോസ് എന്നാണ്. IH ക്രോസ്. അതേപോലെ തന്നെ ഇത് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് അറിയാവുന്നതിലോട്ട് നോക്കാം. ഈ ഓപ്ഷൻ സി ഇത് നോക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റർ XPX². ഇതിന്റെ ആൻസർ IH ക്രോസ് ഇൻറ്റു 2PX എന്നാണ്. ഇതാണ് ഇതിന്റെ ആൻസർ, IH ക്രോസ് ഇൻറ്റു 2PX. ഇത് എങ്ങനെ കിട്ടി? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. XPX² ഈസ് ഈക്വൽ ടു XPX⁻n എന്ന് പറഞ്ഞ് ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. IH ക്രോസ് ഇൻറ്റു n ഇൻറ്റു PX⁻n - 1. അതിന്റെ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇനി അടുത്ത ഇതും അതേപോലെ. ഇതിനും ഒരു ആൻസർ ഉണ്ട്. ജനറലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. X⁻n⁴ എന്ന് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ, അതിന്റെ ആൻസർ ഇതാണ്. IH ക്രോസ് ഇൻറ്റു n ഇൻറ്റു X⁻n - 1. ജനറൽ ഇക്വേഷൻ ആണ്, കഴിഞ്ഞതിനെ പഠിപ്പിച്ചതാണ്. ഇതിന്റെ ആൻസർ ഇതായിരിക്കും. IH ക്രോസ് ഇൻറ്റു 2X⁻n - 1 എന്നുള്ളത് 1 ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരിക്കും. ബി ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇത് വളരെ ഈസി ആയിട്ട് ഒറ്റ സെക്കൻഡിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇതിന്റെ എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഓരോ പ്രോപ്പർട്ടിയും അതിന്റെ ഇക്വേഷൻസ്, ആ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ കമ്മ്യൂട്ടേറ്റർ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ് കമ്മ്യൂട്ടേറ്റർ. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും കമ്മ്യൂട്ടേറ്റർ. ഇനി എടുത്താൽ ഇത് ഇവിടെ നിൽക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂട്ടേറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി അത് വെച്ചുകൊണ്ട് ഇതാണ് ജനറലൈസ് ചെയ്ത ഇക്വേഷൻ. കമ്മ്യൂട്ടേറ്റർ X⁻n d/dx. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ഇതിന്റെ ആൻസർ വരുന്നത് X ആണ് ആദ്യം വരുന്നതെങ്കിൽ എന്ത് കൊടുക്കണമെന്ന് പഠിച്ചായിരുന്നു? മൈനസ് എന്ത് വരും? n ഇൻറ്റു X⁻n - 1. ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അപ്പൊ ഇതെന്ത് വരും? Z ആണ് ആദ്യം വന്നത്, അപ്പൊ മൈനസ് കൊടുക്കും. ഇവിടെ എക്സിന് പകരം ഇവിടെ എന്ത് വരും? Z മൈനസ് എന്ത് വരും? 3 ഇൻറ്റു Z⁻n - 1. n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 1 2. ഇതാണ് ആൻസർ. ആൻസർ ഇത് ആണ് ആൻസർ. സംശയമുണ്ടോ? വളരെ സിമ്പിൾ. ജസ്റ്റ് നിങ്ങൾ ചെയ്തെടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. സമയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക, അന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും എളുപ്പം. വെറുതെ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഓപ്പറേറ്റർ എക്സ് കമ്മ്യൂട്ടേറ്റർ ആണ്. കമ്മ്യൂട്ടേറ്റർ എക്സ്, അകത്ത് വേറൊരു കമ്മ്യൂട്ടേറ്റർ XP². കമ്മ്യൂട്ടേറ്റർ ഈസ് ഐഡന്റിക്കൽ വിത്ത്. ഇതിന്റെ അകത്ത് ഒരു കമ്മ്യൂട്ടേറ്റർ ആണ്, ഇത് മൊത്തത്തിലും ഒരു കമ്മ്യൂട്ടേറ്റർ ആണ്. ഇതെല്ലാം ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഈസ് ഐഡന്റിക്കൽ വിത്ത്. ഇത് ഏതുമായി ഐഡന്റിക്കൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എന്താണോ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഏതാണ്? എക്സ് കമ്മ്യൂട്ടേറ്റർ XP². ഇതെല്ലാം ഓപ്പറേറ്റർ ആണ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് അതേ കണക്ക് എക്സ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ XP². നമുക്കറിയാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. ജനറലൈസ് ചെയ്ത ഇക്വേഷൻ നമുക്കറിയാം, അതുകൊണ്ട് എഴുതാവുന്നേ ഉള്ളൂ. IH ക്രോസ് ഇൻറ്റു 2PX എന്നാണ്.
പി എക്സ് എടുക്കുന്നത് എക്സ് ഏതെങ്കിലും ഒരു കമ്പോണന്റ് എടുത്തേ ഉള്ളൂ, മൊമെന്റത്തിന്റെ എക്സ് ഡയറക്ഷനുള്ള കമ്പോണന്റ്. ഇപ്പൊ അത് എടുത്തില്ലേലും എക്സ് എടുത്തില്ലേലും യാതൊരു കുഴപ്പമില്ല. ഇനി ഇതിന്റെ അകത്ത് നമുക്കൊരു കോൺസ്റ്റന്റ്, ഇത് ഇത്രയും കോൺസ്റ്റന്റ് ആണ്, ഇതിനെ ഇനി കമ്പ്യൂട്ടേറ്ററിന്റെ പുറത്തെടുത്തൂടെ? അത് നമ്മൾ പ്രോപ്പർട്ടിക്ക് അത് പഠിച്ചതാണ്. ആ പ്രോപ്പർട്ടി വ്യക്തമായിട്ട് അറിയണം. ഐ എച്ച് ക്രോസ് 2IH ക്രോസ് ജനറലൈസ് ചെയ്തെടുക്കും. ബാക്കി വരുന്നത് എക്സ് പി എക്സ് അല്ലേ? ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. നമുക്കറിയാം ഇതിന്റെ എക്സ്പാൻഷൻ പറയാം IH ക്രോസ് ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെന്നില്ല. നമുക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് ഇതിൽ ജസ്റ്റ് എത്തിച്ചാൽ മതി. ഇത് നമുക്ക് കറക്റ്റ് ആൻസറിൽ എത്തിക്കണമെന്ന് നിർബന്ധമില്ല. നോക്കാം. ഇനി ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് ചെയ്യണം. നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ എടുത്ത് സോൾവ് ചെയ്ത് വെച്ചു. ഇതിവിടെ നിൽക്കട്ടെ. എന്നിട്ട് അടുത്ത ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ഈ ഒരെണ്ണം ഈ ഓപ്ഷൻ എ അത് സോൾവ് ചെയ്ത് ഇതാണോ എന്ന് ചെക്ക് ചെയ്യും. അതിന് മുന്നേ ആദ്യത്തെ കമ്മ്യൂട്ടേറ്റർ അതേപോലെ എഴുതി എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പി എക്സ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. IH ക്രോസ് ആണ്. എക്സ് പി അല്ലെങ്കിൽ പി എക്സ് ഏതായാലും കോൺസ്റ്റന്റ് ആണ് IH ക്രോസ്. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. കാര്യം ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ. കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറഞ്ഞാൽ എന്തൊരു എ ഇൻറ്റു ബി മൈനസ് ബി ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് ബി ഇൻറ്റു അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 0. അതെടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്. എ ബി എ ഇൻറ്റു ബി മൈനസ് ബി ഇൻറ്റു എ. കമ്മ്യൂട്ടേറ്റർ എ ബിയുടെ എക്സ്പാൻഷൻ ആണ്. കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? കമ്മ്യൂട്ടേറ്റർ എ ബി ഇതെല്ലാം ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു എ ബി മൈനസ് ബി എ. ഇതാണ് എക്സ്പാൻഷൻ. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. എ ഇൻറ്റു ബി ഇത് ഒരെണ്ണം എ ആയിട്ട് ഇത് ബി, എ ബി മൈനസ് ബി എ 0. അതേപോലെ ഇതും നമ്മളെല്ലാം ചെയ്ത് സമയം കളയരുത്. അതേപോലെയാണ് ഇവിടെ ഇതും ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനകത്ത് IH ക്രോസ് എന്ന് വരും. IH ക്രോസ് എ ബി മൈനസ് ബി എ അതും എന്ത് വരും? 0 വരും. അപ്പൊ ഇത് രണ്ടുമല്ല ആൻസർ. ഇനി നമ്മൾ ഇത് ചെയ്ത് നോക്കും. ഇത് ചെയ്ത് നോക്കുമ്പോൾ ഒരു മൈനസ് വന്നിരിക്കുന്നു. മൈനസിനകത്ത് കയറ്റുമ്പോൾ എന്ത് വരും? എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ തിരിഞ്ഞു വരും. മൈനസ് എ ബി ഈസ് ഈക്വൽ ടു ബി എ എന്നാണ്. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. മൈനസ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ബി എ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കമ്മ്യൂട്ടേറ്ററിന്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഞാൻ ഇതേ കണക്ക് എഴുതുന്നു. ഇത് എഴുതുമ്പോൾ എന്ത് വരും? കമ്മ്യൂട്ടേറ്റർ പി ഇങ്ങനെ എഴുതും. സംശയമില്ല. മൈനസ് അകത്ത് കയറ്റി അങ്ങ് എഴുതി, അതായത് തിരിച്ചെഴുതി. ഇനി ഇതിന് പ്രോപ്പർട്ടി കൊടുക്കും. ഇതിന്റെ ആൻസർ പ്രോപ്പർട്ടി ഇതിന്റെ ആൻസർ എക്സ് സ്ക്വയർ പി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പി എക്സ് എന്ന IH ക്രോസ് ഇൻറ്റു 2x കോമ പി. സംശയമില്ലേ? ഇനി ഇവിടെ കോൺസ്റ്റന്റിന്റെ പുറത്തെടുത്തൂടെ? കോൺസ്റ്റന്റ് ആരാണ്? 2IH ക്രോസ് 2IH ക്രോസ് എക്സ് പി. ഇതാണ് ആൻസർ. ഇതല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നോക്കട്ടെ. ഇത് നമ്മള് പി എക്സ് എന്ന് എടുത്തതേ ഉള്ളൂ. അതിൽ കാര്യമില്ല. നമ്മൾ ഇവിടെ പി ആണ് വന്നിരിക്കുന്നത്. പി എക്സ് നമ്മൾ പഠിച്ചതെല്ലാം എക്സ് കമ്പോണന്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഇവിടെ എടുത്തതേ ഉള്ളൂ. അതിൽ കാര്യമില്ല. ഏതായാലും ഇങ്ങനെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് എച്ച് ക്യാപ്. ഇത് രണ്ടും ഓപ്പറേറ്റർ ആണ്. ഇത് നമുക്ക് അറിയാവുന്ന ഓപ്പറേറ്റർ പൊസിഷൻ ഓപ്പറേറ്റർ. ഇത് നമുക്ക് അറിയാവുന്ന ഓപ്പറേറ്റർ എനർജി കണ്ടുപിടിക്കുന്ന ഓപ്പറേറ്റർ. പേര് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. രണ്ടും സുപരിചിതമായിട്ടുള്ള ഓപ്പറേറ്ററുകളാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എച്ച് ക്യാപ്പിന്റെ എക്സ്പ്രഷൻ എച്ച് ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എച്ച് ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഇതാണ് മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2m മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് വി. ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് വി. ഇത് കൈനറ്റിക് എനർജി പാർട്ടും ഇത് പൊട്ടൻഷ്യൽ എനർജി പാർട്ടും. സംശയമില്ല. ഇത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. അതിന്റെ എക്സ്പ്രഷൻ ഇതാണ് മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് വി. വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, ഇത് കൈനറ്റിക് എനർജി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആൻസർ
എക്സ് അതേപോലെ എച്ചിന് പകരം നമ്മൾ അതെടുത്ത് എഴുതും. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് വി എഴുതി. സംശയമില്ല. സോറി, മൊത്തത്തിൽ വരും. ഇനി കോൺസ്റ്റന്റ് ഉണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നമ്മൾ ഇവിടെ രണ്ട് ടേം ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ എ ബി പ്ലസ് സി. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? കമ്മ്യൂട്ടേറ്റർ എ ബി പ്ലസ് കമ്മ്യൂട്ടേറ്റർ എ സി. നമ്മൾ പഠിച്ചില്ലേ, നേരത്തെ പഠിച്ച പ്രോപ്പർട്ടിയാണ്. അത് അപ്ലൈ ചെയ്യണം. കമ്മ്യൂട്ടേറ്റർ എ ബി പ്ലസ് സി, ഇങ്ങനെ ബി പ്ലസ് സി, ഇവിടത്തെ ബി പ്ലസ് സി, ബി പ്ലസ് സി. ഇപ്പൊ എന്തിനും എ ബി പ്ലസ് എ സി. കമ്മ്യൂട്ടേറ്റർ എ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് എക്സ് വി. ഇതാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്ററിന്റെ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോ കിട്ടിയത്. ഇനി നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് ഇല്ലേ, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് അല്ലേ. ഈ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യാം, വെളിയിലെടുക്കുക. കോൺസ്റ്റന്റിനെ വെളിയിലെടുത്ത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m കോൺസ്റ്റന്റിനെ വെളിയിലെടുത്തു. ബാക്കി ഇനി ആരുണ്ട്? എക്സ് ഡെൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെൽ എന്ന് പറഞ്ഞാൽ ഡെല്ലിന്റെ എക്സ്പാൻഷൻ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇത് ഈ ഓപ്പറേറ്റർ ഇതെങ്ങനെ? കമ്മ്യൂട്ടേറ്റർ എ ബി മൈനസ് ബി എ. ഇപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു വി മൈനസ് വി ഇൻറ്റു എക്സ്. ഇങ്ങനെ വരും. സംശയമില്ലേ? ഇതിന്റെ വാല്യൂ, ഈ എഴുതിയിരിക്കുന്നതിന്റെ വാല്യൂ 0 ആണ്. ഇതിനും കൂടെ എക്സ് ഇൻറ്റു വി മൈനസ് വി ഇൻറ്റു എക്സ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? 0 വരും. അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമേ ആലോചിച്ച് നോക്കിയാൽ മതി. ഇതെങ്ങനെ വരും? ഇവിടത്തെ അതേപോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കും. കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഒരു കമ്മ്യൂട്ടേറ്റർ. അടുത്ത കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ ഒരു കമ്മ്യൂട്ടേറ്റർ പ്ലസ് കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി സ്ക്വയർ ബൈ ഡി സെഡ് സ്ക്വയർ. ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ എഴുതി പോകും. ഇവിടെ പ്ലസ് ഡിയും കൂടെ വരുന്നു, വേറെ എണ്ണം കൂടെ വരുന്നു, അത് കണക്ക് എഴുതി പോകും. പക്ഷെ അങ്ങനെ എഴുതി പോകുമ്പോൾ നമുക്ക് നോക്കണം, ഈ എക്സ് വരുന്നതിന് മാത്രമേ വാല്യൂ നോൺ സീറോ വരുള്ളൂ. കാര്യം ബാക്കി എല്ലാം എന്ത് ചെയ്യും? എക്സ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ ഇൻറ്റു എക്സ്. അതെന്ത് ചെയ്യും? സീറോ ആയി പോകും. അത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ ടേം വേണ്ട, എഴുതണ്ട എന്നാണ് മീനിങ്. നമ്മൾ എഴുതി നോക്കുമ്പോൾ അത് എന്ത് ചെയ്യും? സീറോ ആയി പോകും. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇങ്ങനെ എക്സ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഇങ്ങനെ ഒരു ടേം ഇതിനകത്ത് കാണും. അതേപോലെ പ്ലസ് അതേപോലെ എക്സ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇങ്ങനെ ഒരു ടേം കാണും. ഇതിന്റെ കമ്മ്യൂട്ടേറ്റർ വാല്യൂ എടുക്കുമ്പോൾ ഇത് സീറോ ആയിരിക്കും. കാര്യം എന്ത്? എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് എ ബി മൈനസ് ബി എ സീറോ. എ ബി മൈനസ് ബി എ തിരിച്ചെഴുതുമ്പോഴും എന്ത് വരും? സീറോ വരും. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂം എന്ത് ചെയ്യണ്ട? ഈ രണ്ട് ഓപ്പറേറ്ററും എടുക്കണ്ട. ഈ രണ്ട് ടേമും നമ്മൾ എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യണ്ട. ആരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അത് എന്ത് വരും? ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. എക്സ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇത്രയേ വരുള്ളൂ. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഈ ടൈം എല്ലാം നമ്മൾ മാറ്റി ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി, ഇത് ക്യാൻസൽ ചെയ്ത് പോയി, ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. ഇതിന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി റൈസ് ടു എൻ ബൈ ഡി എക്സ് റൈസ് ടു എൻ. ഇതിന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു മൈനസ്
n into d raised to n minus 1 by dx raised to n minus 1. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ. അതങ്ങ് അപ്ലൈ ചെയ്യുക. ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഇതിന്റെ എക്സ്പാൻഷൻ എന്ത് വരും? എക്സ് ആണ് വരുന്നത്. എക്സ് വരാണെങ്കിൽ അപ്പഴേ ഓർത്തോളം എക്സ് ഡിവൈഡ് എക്സ്, എക്സ് ആണെങ്കിൽ മൈനസ് വരും. മൈനസ് n into d raised to n minus 1 by dx raised to n minus 1. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. 2 into d raised to n minus 1 by dx. d അല്ലെങ്കിൽ ഡോ, അത് കാര്യമില്ല. ഇത്ര എഴുതിയേ. ഇനി നെക്സ്റ്റ് ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും, അതേപോലെ ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും. മൈനസ് മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? എച്ച് ക്രോസ് സ്ക്വയർ ബൈ എം ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓർ ഡി ബൈ ഡി എക്സ്. രണ്ടും കാര്യമില്ല, കാര്യം എക്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഡോ ബൈ ഡോ എക്സ്. ഓക്കെ. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് അറിയാവുന്നതിന്റെ ടേമിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതില് ഇവിടെ ചെയ്യുന്ന കാര്യം മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഇൻറ്റു ചെയ്യും. മുകളിലും താഴെയും മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഇൻറ്റു ചെയ്യും. ആദ്യത്തെ അതേപോലെ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m. എന്നിട്ട് മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഇൻറ്റു ചെയ്യും. മുകളിലും താഴെ മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഇൻറ്റു ചെയ്യും. എന്നിട്ട് ഡോ ബൈ ഡോ എക്സ് ഇങ്ങനെ എഴുതും. സംശയമില്ല, നമ്മൾ ഇത്രയും ചെയ്തതിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട്, മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് മൈനസ് ഐ എച്ച് ക്രോസ് ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് കാണാം ഇത് ഇങ്ങനൊരു ടേം വരുന്നതായിട്ട് കാണാം. ഇങ്ങനൊരു ടേം. ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം ആണ്, മൊമെന്റം ഓപ്പറേറ്റർ ആണ് ഇത്. ഇതെന്താണ്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, അതേപോലെ മൊമെന്റം ഓപ്പറേറ്റർ പി എക്സ്, അതിന്റെ എക്സ്പാൻഷൻ ഇതാണ്. മൊമെന്റം ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഇതാണ് മൊമെന്റം ഓപ്പറേറ്ററിന്റെ എക്സ്പാൻഷൻ. നമുക്ക് അതിന് വരെ എന്തെന്ന് കൊടുക്കാം? പി എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? വരുന്നതാണ് മൈനസ് സോറി, ഈ മൈനസ് ഐ എച്ച് ക്രോസിന് ഡോ ബൈ ഡോ എക്സിനെ പി എക്സ് എന്ന് കൊടുക്കും. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ എടുത്തെഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഡിവൈഡഡ് ബൈ 2m. ഈ മൈനസ് ആണ് ഞാൻ ഇനി കയറ്റി എഴുതിയിരിക്കുന്നത്. ബൈ ഐ എച്ച് ക്രോസ്. ഇതിന് വരാം പി എക്സ് എന്ന് എഴുതും. പി എക്സ് ഇവിടെ നിന്ന് ഒരു എച്ചും ഇവിടെ നിന്ന് ഒരു എച്ചും ക്യാൻസൽ ചെയ്ത് പോകും. സംശയമില്ല. അപ്പൊ എന്ത് വരും? ഈ രണ്ട് എച്ച് ക്യാൻസൽ, മോളില് മൈനസ് എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. 2m i ഇൻറ്റു പി എക്സ് എന്ന് വരും. സംശയമില്ലേ? സംശയമൊന്നുമില്ല. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യം എന്താ? മുകളിലും താഴെയും നമ്മൾ ഐ കൊണ്ട് ഇൻറ്റു ചെയ്യും. മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യും? ഐ കൊണ്ട് ഇൻറ്റു. അപ്പൊ എന്ത് വരും? മൈനസ് ഐ എച്ച് ക്രോസ് ബൈ 2m ഐ സ്ക്വയർ ഇൻറ്റു പി എക്സ് എന്ന് വരും. ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ള എന്തെന്ന് വെച്ചാൽ, നമ്മളിതാ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് വന്ന് എങ്ങനെയാണ്? ഐ എച്ച് ക്രോസ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ നമ്മളിവിടെ 2 ക്യാൻസൽ ചെയ്തു. ഈ സ്റ്റെപ്പ് വന്നപ്പോൾ 2 നമ്മൾ വീണ്ടും എഴുതി. അത് മിസ്റ്റേക്ക് ആണ്. ഈ 2 ഇവിടെ വേണ്ട. കാര്യം നമ്മൾ ഇതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? 2 ക്യാൻസൽ ചെയ്ത് പോയി. അതേപോലെ ഇവിടെ 2 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 2 നമ്മൾ, അത് മിസ്റ്റേക്ക് ആണ്. ഈ 2 വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? 2 നമ്മൾ എഴുതിയത് മിസ്റ്റേക്ക് ആണ്. ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോയി. അതിനുശേഷം നമ്മൾ ഇവിടെ എഴുതേണ്ട 2ന്റെ ആവശ്യമില്ലായിരുന്നു. ദെൻ ഇവിടെയും 2 ഇല്ല. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ദെൻ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പൊ എന്ത് വരും? -1 വരും. ഈ വാല്യൂ -1 വരും. മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് വരും. അപ്പൊ എന്ത് വരും? ഐ എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു പി എക്സ്. ഇതാണ്
ഇതിന്റെ ആൻസർ, അതായത് കമ്മ്യൂട്ടേറ്റർ എക്സ് എച്ച് ക്യാപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പറേറ്റർ ആണ്. ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു പി എക്സ്, ഇതാണ് ആൻസർ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്തു, എച്ച് ക്യാപ്പിന്റെ അറിയായിരുന്നു, എച്ച് ക്യാപ്പിന്റെ എക്സ്പാൻഷൻ ഇതായിരുന്നു, അതെടുത്ത് അതേപോലെ കൊടുത്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പൊ ഇത് 0 ആണെന്ന് കിട്ടി, കാരണം എക്സ് ഇൻറ്റു വി മൈനസ് വി ഇൻറ്റു എക്സ് അത് 0 ആണെന്ന് കിട്ടി. ഇതിനെ എക്സ്പാൻഡ് ചെയ്തു, ഡെൽ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇതേപോലെ കിട്ടി. പക്ഷെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയറും കമ്മ്യൂട്ടേറ്റർ എക്സ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയറും ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ എക്സിന്റെ വേരിയബിൾ വരുന്നത് മാത്രം എഴുതിയാൽ മതി, അത് മാത്രം എഴുതി. വളരെ സിമ്പിൾ. ഇതിന്റെ ആൻസർ നമുക്കറിയാം. ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് ഇതിന്റെ ആൻസർ എഴുതി. ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ്, ഓർ ഡി ബൈ ഡി എക്സ്. ഇതിനുശേഷം 2 ക്യാൻസൽ ചെയ്ത് പോയി. 2 ക്യാൻസൽ ചെയ്ത് പോയതിനു ശേഷം എഴുതിയിരിക്കുന്നതാണ് ഇവിടെ വരാൻ. അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും. എന്തിനാണ് മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഈ ടേമിലോട്ട് മാറ്റാൻ വേണ്ടി, ഈ ഒരു ടേമിലോട്ട് മാറ്റാൻ വേണ്ടി മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് ഇൻറ്റു ചെയ്യും, മുകളിലും താഴെയും. അതിനുശേഷം ഇതിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ആ മൊമെന്റത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ബാക്കി എന്ത് ചെയ്യും, അടുത്ത കട്ട് ചെയ്ത് കളയാനുള്ള എച്ച് ക്രോസ് കട്ട് ചെയ്ത് കളയും. എച്ച് ക്രോസ് കട്ട് ചെയ്ത് കളഞ്ഞ ആൻസർ ആണ് ഇത്. ഈ ഒരു ഇക്വേഷൻ ആണ് അത്. എന്നിട്ട് നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഐ കൊണ്ട് ഇൻറ്റു ചെയ്യും. ന്യൂമറേറ്ററിലായി ഡിനോമിനേറ്ററിലായി. അപ്പം ഡിനോമിനേറ്ററിൽ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ -1ഉം ഈ മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് ഐ എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു പി എക്സ്, അതാണ് ഇതിന്റെ ആൻസർ. കമ്മ്യൂട്ടേറ്റർ എക്സ് എച്ച് ക്യാപ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു പി എക്സ്. ഇത്രേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ആ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കണം. കാര്യം അതിന്റെ അപ്പുറം പരീക്ഷയ്ക്ക് CSIR ചോദിക്കാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല അതിന്റെ അകത്ത്. അത് നിങ്ങൾ റിപ്പീറ്റഡ്ലി കണ്ട് നോട്ട് എഴുതി പഠിക്കുക. ആ പ്രോപ്പർട്ടീസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഏത് ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്താൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഈ കമ്മ്യൂട്ടേറ്ററിന്റെ വരുന്ന ഏത് ക്വസ്റ്റ്യൻസ്.